ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഒന്നാം സീസൺ മുതൽ അഞ്ചാം സീസൺ വരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒത്തിരി ആളുകളുള്ളൊരു നാടാണ് നമ്മുടേത്. അപ്പോൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 16 കൊല്ലത്തോളമായി. നമ്മുടെ കേരളത്തിൽ തുടങ്ങിയിട്ട് 5 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പോൾ 5 സീസണുകളായിട്ടേ ഉള്ളൂ. ഇപ്പോൾ 6ാമത്തെ സീസൺ ഫെബ്രുവരി 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് എന്താണെന്നും അതിൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയാണെന്നും ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് കയറി ചെല്ലുന്നത് എന്നുള്ള കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ നമ്മുടെ ഷിജു എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ ഷിജു ഒരു ഇൻ്റർവ്യൂവിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷിജു എന്ന് പറഞ്ഞത് ഒത്തിരി സിനിമകളിൽ അഭിനയിച്ച ഒരാളാണെങ്കിൽ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഉൾപ്പെടെ ഒരുപാടധികം ലാംഗ്വേജുകളിൽ തമിഴ്, തെലുങ്ക്, അതുപോലെ തന്നെ മോളിവുഡിലും ഈ 3 ലാംഗ്വേജുകളിലും നല്ല രീതിയിൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, അതും മെയിൻ ക്യാരക്ടർ വരെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ തന്നെ ഷിജു അബ്ദുൾ റഷീദ് എന്ന ആ ഒരു പേര് ആളുകളുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. കാരണം ഷിജു തന്നെ ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു പേര് ഫെമിലിയർ ആയിരിക്കില്ല, ആളെ കണ്ടാൽ പിടികിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ അത്ര ഫെമിലിയർ അല്ലാത്തൊരു പേരായിരുന്നു ഷിജു എന്ന് പറഞ്ഞത്. ആളെ കണ്ടാൽ പിടികിട്ടുമായിരുന്നു. അപ്പോൾ ഷിജു അബ്ദുൾ റഷീദ് എന്ന പേരിനൊരു ഫെയിം വേണം എന്ന് ഷിജുവിൻ്റെ ഭാര്യക്കായിരുന്നു ആഗ്രഹം. അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോകൂ എന്ന് പറഞ്ഞത് ഷിജുവിനോട്. അപ്പോൾ ഷിജുവിനെ ബിഗ് ബോസ് കോൺടാക്ട് ചെയ്തതല്ല, ഷിജു ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കാര്യം അന്ന് ഉറപ്പായിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ ഉറപ്പായി. അപ്പോൾ ഷിജുവിൻ്റെ ഭാര്യ ബിഗ് ബോസ് ഹിന്ദി ഉൾപ്പെടെ കാണുന്ന ഒരാളാണ്. അത്രയേറെ ആ ഒരു ഷോവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഷിജുവിൻ്റെ ഭാര്യ. അപ്പോൾ ഷിജുവിൻ്റെ ഭാര്യയുടെ താല്പര്യപ്രകാരമാണ് ഷിജു ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്തത്. അതും ഷിജു നേരിട്ടല്ല കോൺടാക്ട് ചെയ്തത്, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് വഴി ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്യായിരുന്നു. നമ്മുടെ ബിഗ് ബോസിലേക്ക് പോകണമെന്ന് ഷിജുവിന് ആഗ്രഹം വന്നപ്പോൾ നമ്മുടെ സുരാജിനെ വിളിച്ചു പറഞ്ഞു. സുരാജ് നേരെ ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്തു. കാരണം അവരുടെ മറ്റേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സുരാജ് നല്ല കോണ്ടാക്റ്റിലായിരുന്നു ബിഗ് ബോസ് ആയിട്ട്. അപ്പോൾ നേരിട്ട് സുരാജ് ഷിജുവിനെ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ ഷിജുവിനെ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഫസ്റ്റ് ഏഷ്യാനെറ്റ് ഇൻ്റർവ്യൂ എടുത്തു. അതിനുശേഷം ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഇൻ്റർവ്യൂ എടുത്തു. അതിനുശേഷം ഷിജുവിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന 3ാമത്തെ ഇൻ്റർവ്യൂ. അതിനുശേഷം 4ാമത്തെ ഇൻ്റർവ്യൂ എൻഡെമോൾ ഷൈൻ കോപ്പറേറ്റീവ് കമ്പനി, അവരുടെ ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ടായിരിക്കും ഈ 4 പേർക്കും ബിഗ് ബോസിൽ ഇയാൾ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ തോന്നിയാൽ മാത്രമേ ഇയാൾ ബിഗ് ബോസിലേക്ക് എത്തുള്ളൂ. അങ്ങനെ 4 ലെവൽ ഇൻ്റർവ്യൂ ഷിജു പാസ്സായി നേരെ ബിഗ് ബോസിലേക്ക് കയറി. ആ ഒരു ഷിജു എന്ന പേരിനൊരു ഫെയിം വേണമെന്ന് ആഗ്രഹിച്ച ഭാര്യയ്ക്ക് നല്ല രീതിയിൽ തന്നെ സന്തോഷിക്കാവുന്നൊരു സാഹചര്യത്തിലേക്ക് ഷിജു ബിഗ് ബോസിനെ എത്തിച്ചു. നല്ല ഒരു മെമ്മറീസും ഷിജു ബിഗ് ബോസിൽ നിന്നുണ്ടാക്കി. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഒരു ഇൻസ്പിറേഷൻ പോലെ. കാരണം അഖിൽ മാരാർ ഷിജു ആ ഒരു കൂട്ടുകെട്ട്, ആ ഷിജു അത്രയേറെ ആ ഒരു കൂട്ടുകെട്ടിനെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്താണെന്ന് കൂടി നമ്മൾ ബിഗ് ബോസിൽ കണ്ടു. മറ്റുള്ളൊരു സീസണിലും ഇത്രയേറെ അടിപൊളിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയും ഷിജുവിന് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ബിഗ് ബോസിൽ എന്താണെന്നുള്ള കാര്യം ഷിജു കൃത്യമായിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ പറഞ്ഞിരുന്നു. 4 ലെവൽ ഇൻ്റർവ്യൂ, 1ാമത്തേത് ഏഷ്യാനെറ്റ്, സെക്കൻഡ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ്, ബിഗ് ബോസിൻ്റെ ആളുകൾ തന്നെ, തേർഡ് വരുന്നത് ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷൻ, 4th നമ്മുടെ എൻഡെമോൾ ഷൈൻ മീഡിയ, ഇതിൻ്റെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് കമ്പനി ആയിട്ടുള്ള ഇതിൻ്റെ സ്പോൺസേഴ്സ്, അവരും ഇൻ്റർവ്യൂ എടുത്ത് കഴിഞ്ഞു. 4 ലെവൽ ഇൻ്റർവ്യൂവും പാസ്സായി. 4 പേർക്കും തോന്നണം ഇയാൾ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന്. പിന്നീട് ഇതിനകത്ത് സംഭവിക്കുന്നൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ബിഗ് ബോസ് ഇൻ്റർവ്യൂ എടുക്കുന്ന രീതി, അതും ഷിജു കുറച്ച് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് അത് ആളുകളിലേക്ക് എത്തേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു ടീച്ചർ, ആ ടീച്ചർക്ക് എല്ലാത്തിനും അറിവുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി വെറുതെ ആ ഒരു ബുക്ക് നോക്കി വായിച്ച്, ഇപ്പോൾ ഒരു മാത്സ് ആണെങ്കിൽ പ്രോബ്ലം ബോർഡിൽ എഴുതിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് എത്രത്തോളം പിടികിട്ടും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പക്ഷേ ആ ഒരു നല്ല രീതിയിൽ നമ്മളുടെ ഉള്ളിലേക്ക് കയറുന്നൊരു രീതിയിൽ കുറച്ച് കോമഡിയൊക്കെ കൂടി കലർത്തി, അല്ലെങ്കിൽ കുറച്ച് ഇമോഷൻസ് കലർത്തി, നല്ല ഒരു കോഡിങ്ങോട് കൂടി നമ്മുടെ ഉള്ളിലേക്ക് അത് കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അത് പിടികിട്ടുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ടീച്ചറോട് കുറച്ച് സ്നേഹവും തോന്നും, അല്ലെങ്കിൽ ഇയാൾ എന്ത് കുന്തോണി പറയണം എന്നൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് കോളേജിലും സ്കൂളുകളിലും പോകുന്ന ആൾക്കാരാണെങ്കിൽ പിടികിട്ടും.
അപ്പോൾ അത്തരത്തിലാണ് ബിഗ് ബോസ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഒരാളൊരു കാര്യം പറയുമ്പോൾ എങ്ങനെ അത് ഇതിൻ്റെ വ്യൂവേഴ്സിലേക്ക്, ബിഗ് ബോസിൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിച്ചേരണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൃത്യമായിട്ട് പഠിപ്പിച്ച് അത്തരത്തിൽ ആണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇയാൾ ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുള്ളൂ. ബിഗ് ബോസ് ഇത്തരത്തിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. സ്ക്രിപ്റ്റഡ് അല്ലാത്തൊരു ഷോയിൽ ഒരാൾ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനും പറ്റില്ല, പക്ഷേ സ്ക്രിപ്റ്റഡ് അല്ലാൻ താനും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇവരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരേണ്ടത് എന്നുള്ള ഒരു കൃത്യമായൊരു കാര്യം ബിഗ് ബോസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി ചെല്ലാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഷിജു പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ എന്താണ് ഈ ഒരു ബിഗ് ബോസ് എന്ന ഈ ഒരു 5 സീസണുകളിലും നമുക്ക് കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണിത്. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒറിജിനലായിട്ട് നിൽക്കണം കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ആ ഒരു ബിഗ് ബോസിൻ്റെ രീതിയിലായിരിക്കും ഇവരെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഹിമ ശങ്കർ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ പറഞ്ഞിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ബേസിക് ഓഫ് ഇമോഷൻസിനെയും ടാസ്കുകളെയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രൊമോഷൻ വർക്കുകളെയും ഒക്കെ വെച്ചിട്ടാണ് ഇതിനെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇടിയും തൊഴിയും ഒച്ചപ്പാടും ബഹളവും പ്രശ്നങ്ങളും ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. അതൊരിക്കലും സ്ക്രിപ്റ്റഡ് ആക്കാൻ പറ്റില്ല. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇതാണ് ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റ്. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഇത് ഈ ഒരു ബിഗ് ബോസിൻ്റെ വ്യൂവേഴ്സിനെ കൺവീൻസ് ചെയ്യാൻ പറ്റണം. അവരിതിന് ഇഷ്ടപ്പെടണം. നിങ്ങളുടെ ആ ഒരു ടോക്കിംഗ് സെൻസിനെ ഇഷ്ടപ്പെടണം. അപ്പോൾ അത് എത്രത്തോളം ബിഗ് ബോസ് പറയുന്ന അല്ലെങ്കിൽ ആ ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് ആ ഒരു കാര്യങ്ങൾ എടുക്കുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു ഫാൻസും കൂടുതൽ. അവരായിരിക്കും ഈ ഒരു ബിഗ് ബോസിനെ വിന്നർ ആവുകയും ചെയ്യുക. ഇപ്പോൾ അഖിൽ മാരാറിനെ തന്നെ നമുക്ക് എടുക്കാം. ഒട്ടും ഇഷ്ടപ്പെടാണ്ട് ബിഗ് ബോസിലേക്ക് കയറി ചെന്നൊരു മനുഷ്യൻ എത്രയും പെട്ടെന്നാണ് തൻ്റെ ഫാൻസിനെ കൂട്ടിയതും. അതാണ് ടോക്കിംഗ് സെൻസ് എന്ന് പറയുന്നത്. പുള്ളിയുടെ നാക്കുകൊണ്ട് എഴുതി ചേർത്തൊരു ചരിത്രമായിരുന്നു ബിഗ് ബോസ് സീസൺ 5. ഞാനൊരു സംശയമില്ലാതെ പറയും. കാരണം പുള്ളിക്ക് മേലെ സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ ബിഗ് ബോസ് സീസൺ 5 ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു ഈ ഒരു ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടൊരു ഷോ അല്ല. ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റ് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ടോക്കിംഗ് സെൻസും ടാസ്കുകളും അതുപോലെ വരുന്ന കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കണം, അത് ഏതുപോലെ ആളുകൾ അത് ഏറ്റെടുക്കണം എന്നുള്ള കാര്യം ബിഗ് ബോസ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അവിടെ നിൽക്കാനും വിജയിക്കാനും സാധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഷിജു പറഞ്ഞത് ആ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ. പിന്നെ എന്താണ് ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. ഷിജു അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ പറഞ്ഞത്. 4 ലെവൽ ഇൻ്റർവ്യൂ, അതും ഫെയിമായിട്ടുള്ള ആളുകളെ ബിഗ് ബോസ് കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് തിരിച്ച് ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ആളുകളും ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്യുന്നതാണ് പതിവ്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വഴി ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഏതെങ്കിലും ഒരു ക്രൂ മെമ്പർ വഴി ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലും പതിവ് എന്നാണ് ഷിജു പറഞ്ഞത്. ഇപ്പോൾ ബിഗ് ബോസ് വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ബിഗ് ബോസിനെ വിളിക്കുന്ന ആളുകളാണ് ഉള്ളത്. അതും ഇതിനകത്ത് ഉൾപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയായാലും ബിഗ് ബോസ് സീസൺ 6 വരാൻ പോകുന്നു. ഫെബ്രുവരി 11-ാം തീയതിയാണ്. അതും കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ കോമണേഴ്സ് പ്രമോ ഒക്കെ വരും. കോമണേഴ്സ് ഈ പ്രാവശ്യം 2 പേരുണ്ടാവും. അതിൻ്റെ പ്രമോയും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ലാലേട്ടൻ്റെ പ്രമോ വരും. അതിനുശേഷം ബിഗ് ബോസ് സീസൺ 6 തുടങ്ങും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6ൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മളുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 6 ആര് വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്